ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ സോഷ്യൽ സയൻസ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. എത്രണ്ണാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? 6 നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അവ എന്താണെന്നും അത് എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് ഉറപ്പ് നൽകുന്നതെന്നും അതിൻ്റെ ബേസ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കുക, അത് നമുക്ക് നമ്മുടെ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന തരുന്ന അവകാശമാണ്, നമുക്ക് പൗരൻ ഇങ്ങോട്ട് തരുന്നതാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യത്തിനോട് ചെയ്യേണ്ട കടമയാണ്. നമ്മുടെ കടമ നമ്മൾ രാജ്യത്തിന് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. രാജ്യം ഇങ്ങോട്ട് ഉറപ്പ് തരുമ്പോൾ നമ്മൾ തിരിച്ചു അങ്ങോട്ട് കൊടുക്കേണ്ടതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ കുറച്ചൊരു ന്യൂസ് ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ ഒരു കൊളാഷിൻ്റെ 2-3 പാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് സ്ക്രീനിൽ. എന്താണ് അതിൽ ഉള്ളത്? ആക്ഷൻ പ്ലാൻ ഫോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ നടപ്പിൽ വരുത്തണം. പ്ലാസ്റ്റിക് ഒഴിവാക്കാനുള്ള പദ്ധതികൾ വരികയാണ്. ഗവൺമെൻറ് ഡിക്ലെയർഡ് റിബേറ്റ് ഫോർ ഖാദി പ്രൊഡക്ട്സ്. അതായത് ഈ ഖാദി പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള പ്രഖ്യാപനം, അത് ഉപയോഗിക്കാനുള്ള പ്രഖ്യാപനം ഗവൺമെൻറ് കൊണ്ടുപോകും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗവൺമെൻറ് ജീവനക്കാരൊക്കെ ഖാദി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം. അങ്ങനത്തെ നിയമങ്ങളൊക്കെ വരുന്നതിനെ കുറിച്ചുള്ളൊരു ന്യൂസാണ്. പിന്നെ പാൻ മസാല പ്രൊഹിബിറ്റഡ്. പാൻ മസാല നിരോധിച്ചു. പാൻ മസാല എന്ന് പറഞ്ഞാൽ ഒരു ലഹരി ഐറ്റം, ഇത് നിരോധിച്ചു. അങ്ങനെ 3 ന്യൂസ് കണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊക്കെ നമ്മുടെ ഭരണഘടന ചെയ്യരുത് അല്ലെങ്കിൽ ഭരണഘടന ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളല്ല. നമ്മൾ ഭരണഘടനയിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല നിങ്ങളൊക്കെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ പ്ലാസ്റ്റിക് നമ്മൾ അങ്ങനൊരു പദ്ധതി ഇല്ലെങ്കിൽ ആരും ആ പഞ്ചായത്തിനെ ശിക്ഷിക്കാനൊന്നും പോലീസിന് അധികാരമില്ല. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഖാദി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം എന്ന് എവിടെയും ഭരണഘടന പറഞ്ഞിട്ടില്ല. പാൻ മസാല കർശനമായിട്ട് ഉപയോഗിച്ചാൽ ജയിലിൽ പോകേണ്ടി വരുന്നു പറഞ്ഞിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല, സ്കൂൾ പരിസരത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ രാജ്യത്തിന് നല്ല മെച്ചം കിട്ടും. രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, ഈ ഖാദി എന്ന് പറഞ്ഞാൽ കൈത്തറിയാണ്. ഇതൊരുപാട് ഉത്തരേന്ത്യൻ കുടിൽ വ്യവസായമായിട്ട് വീട്ടിൽ ഈ കോട്ടേജ് ഇൻഡസ്ട്രിയാണ്, വീടുകളിൽ നിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ജീവിതം എല്ലാവരും അത് വാങ്ങുക. അപ്പോൾ ഈ സർക്കാർ മേഖലയിലുള്ളവരൊക്കെ ഒരു ദിവസം ഇതിടണമെന്ന് പറയുമ്പോൾ എല്ലാവരും അത് വാങ്ങിക്കുമ്പോൾ പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ എല്ലാവരും വാങ്ങിക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. പിന്നെ നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോഡിലും മറ്റിടങ്ങളിലുള്ള ഈ വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്നതും അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതായി കിട്ടും. പിന്നെ പാൻ മസാല നിങ്ങൾക്കറിയാം, വളർന്നു വരുന്ന ഒരു ജനറേഷനെ മൊത്തം തകർത്ത് കളയുന്ന സാധനമാണ്. അത് നിരോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രം നല്ല നിലയിൽ നല്ല കരുത്തിട്ട പോപ്പുലേഷൻ നല്ല ജനങ്ങളെ കൊണ്ട് നിറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അവർ കൺട്രി ബിക്കം വെൽഫെയർ കൺട്രി, അതായത് നല്ലൊരു ക്ഷേമ രാഷ്ട്രമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രമാവുന്നതിന് വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങൾ ഭരണഘടന കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ ഒരു ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊരു നിയമമല്ല, നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ആർക്കും നടപടി എടുക്കാൻ കഴിയില്ല. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ രാജ്യത്തിന് നല്ല ഗുണം കിട്ടും.
ഇത്തരം കാര്യങ്ങളെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ? The Constitution directs the central and the state governments to organize and implement programs keeping the public welfare in mind. അതായത് പബ്ലിക് വെൽഫെയർ, പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനോടും സംസ്ഥാന ഗവൺമെൻറ്റിനോടൊക്കെ നമ്മുടെ ഭരണഘടന നിർദ്ദേശിക്കുന്ന പ്രോഗ്രാമിനെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ഭരണഘടനയുടെ 4th പാർട്ടിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 4 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഫോർ ക്രിയേഷൻ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉയർന്നു വരും. There is no provision to approach the court for the enforcement of the directive principle. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ഫീച്ചേഴ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പോലെ ഇത് നടത്തിയില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ദർ ഈസ് നോ പ്രൊവിഷൻ, അങ്ങനെ ഒരു വകുപ്പേ ഇല്ല. ടു അപ്രോച്ച് ദ കോർട്ട് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, കോടതിയെ സമീപിച്ചിട്ടുള്ള അങ്ങനൊരു അപ്രോച്ച് സ്വീകരിക്കാൻ കഴിയില്ല. സെവറൽ ഐഡിയാസ് ഓഫ് ദ ഫാദർ ഓഫ് അവർ നാഷൻ മഹാത്മാഗാന്ധി ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലേക്ക്, ആ നിർദ്ദേശക തത്വങ്ങളിലേക്ക് കുറേ ഐഡിയകൾ നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ഗാന്ധിജി, ആരാണ് ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്നത്? ഗാന്ധി. അദ്ദേഹം ഒരുപാട് ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ഏതൊക്കെയാണ്? ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ്. അതായത് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുക. അപ്പോൾ എന്താണ് ഈ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ ഏറ്റവും ബേസായതാണ്, ഏറ്റവും താഴെത്തട്ടിലുള്ളതാണ്. അപ്പോൾ ഗ്രാമത്തിൽ സാധാരണ ജനങ്ങളാവും ഒത്തുകൂടെ അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മളെ നാട്ടിലൊക്കെ നടക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ മീറ്റിങ്ങുകൾ, അത് സംഘടിപ്പിക്കാൻ. അപ്പോൾ ജനങ്ങളുടെ ആവശ്യം എന്താണെന്നറിയും, അതിനനുസരിച്ച് മാറ്റങ്ങളും ഡെവലപ്മെൻറ്റും കൊണ്ടുവരാൻ കഴിയും, കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പിന്നെ പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ കുടിൽ വ്യവസായങ്ങൾ, വീട്ടിൽ ചെന്നിട്ടുള്ള ഈ വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ പ്രൊമോട്ട് ചെയ്യുക, നല്ല പ്രോത്സാഹിപ്പിക്കുക. പിന്നെ പ്രൊഹിബിഷൻ ഇൻടോക്സിക് സബ്സ്റ്റൻസസ്, നമ്മുടെ ഈ ലഹരി പദാർത്ഥങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യുക, തടയുക. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷനെ ഡയറക്റ്റ് ചെയ്തിട്ട് കുറേ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ഓർഗനൈസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് പ്രോഗ്രാംസ് കീപ്പിംഗ് ദ പബ്ലിക് വെൽഫെയർ ഇൻ മൈൻഡ്. പബ്ലിക് വെൽഫെയറിൻ്റെ ലക്ഷ്യത്തോടെ ഉള്ള പദ്ധതികളെ കുറിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ഭരണഘടന പറഞ്ഞ കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതിൽ ഗാന്ധിജി പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ഡയറക്ഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റീവ്സ് ഏതൊക്കെയാണ്? ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേഷൻ സബ്സ്റ്റൻസസ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തിൽ പോയിട്ട് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറം ചട്ടയാണ്. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 9 എന്നൊക്കെ എഴുതിയ ഒരു പേജ് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാഷണൽ ആന്തം പ്ലഡ്ജൊക്കെ ഉള്ളൊരു പേജാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് SCERT കേരളൻ്റെ ഒരു ചെറിയൊരു
ഇൻട്രൊഡക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കണ്ടൻസിൻ്റെ തൊട്ട് മുമ്പായിട്ട് കാണാൻ കഴിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺസ് എന്ന് പറഞ്ഞൊരു പാർട്ട്. അതിൽ നോക്കിയാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പറയുന്നത്? നാഷണൽ ഫ്ലാഗിനെ ബഹുമാനിക്കണം, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ട്, അതേപോലെ ഹിസ്റ്റോറിക്കലായ കാര്യങ്ങളെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എവിടെയാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? പ്രിഫേർഡ് ടു സിറ്റിസൺസിനാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതായത് ജനങ്ങളാണ് ഇത് ചെയ്യേണ്ടത്, പൗരന്മാർ. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ബെറ്റർ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ രാജ്യത്തിനോടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്നൊരു ശീലം, ഫ്ലാഗ് ബഹുമാനിക്കാൻ പഠിക്കുക, പിന്നെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ്, നമ്മൾ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാം, ജനങ്ങളുടെ ഇടയിൽ സൗഹൃദം അല്ലെങ്കിൽ സൗഹാർദ്ദം വളർത്താൻ ശ്രമിക്കുക, പിന്നെ പ്രൊട്ടക്റ്റ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, നമ്മുടെ നേഷൻ്റെ യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ട്രൈ ടു പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്, നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മാത്രം കടമകളാണ്, ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാ വ്യക്തികളും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റി ബെറ്ററായി വരും. ആ ഒരു സൊസൈറ്റി കൂടി ചേർന്നാൽ നമ്മുടെ കൺട്രി, നമ്മുടെ രാജ്യം തന്നെ ഒരു ബെറ്റർ മൈൻഡിൽ വന്നുകൊണ്ട് ഇപ്പോഴത്തെ ഈ വർഗീയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെയൊക്കെ മിസ്യൂസാണ്, അല്ലെങ്കിൽ അത് കളഞ്ഞ് അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രം അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, അതൊക്കെ സോൾവ് ആവും. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് എൻഷ്യൂർ ചെയ്യണം. അതിൻ്റെ കൂടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പേഴ്സണലി ചെക്ക് ചെയ്യണം. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറിച്ചിട്ട് എന്താണ് ഈ ചാപ്റ്ററിൽ ശരിക്കും പഠിച്ചത്? 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതിൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. 6 ആകെ 6 എണ്ണമാണ്, അതിൽ കൂടുതൽ ഒന്നുമില്ല. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് നിർദ്ദേശങ്ങളാണ്. ഈ ഭരണഘടന നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളോട് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ രാഷ്ട്രം നന്നാവും എന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ച കുറേ നിർദ്ദേശങ്ങളാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഓരോ സിറ്റിസണും അല്ലെങ്കിൽ ഓരോ പൗരനും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ റൈറ്റ്സ് നമുക്ക് രാജ്യം തരുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കും വേണം. ഡ്യൂട്ടീസ് നമ്മൾ രാജ്യത്തിനോട് തിരിച്ച് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ മിസ്സിനെ പേഴ്സണൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച 5 ചാപ്റ്ററുകളാണ് നമുക്ക് എക്സാമിന് വരുന്നത്. 40 മാർക്കിനാണ് നമ്മുടെ എക്സാം ഉള്ളത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും തുടങ്ങുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.